യുവർ ചാനൽ HNV ഡയറീസ്. അപ്പോൾ ഓണമൊക്കെ ആണല്ലേ, ഇപ്പോൾ എല്ലാവരും സദ്യയും പൂക്കളൊക്കെ ഒരുക്കുന്ന തിരക്കിലായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു തിരക്കാണ് നമുക്ക് ഷോപ്പിംഗ് എന്നുള്ളതല്ലേ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരു 3-4 തവണയായിട്ടാണ് ഷോപ്പിംഗ് നടത്തിയത്. കാരണം സമയം ഉണ്ടായില്ല, എനിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതേ ഓണത്തിൻ്റെ മുന്നേ, അതായത് അത്തത്തിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിംഗ്. അപ്പോൾ അതിലൊന്നാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് പുളിമൂട്ടിൽ പോകണം, പിന്നെ ഒന്ന് സ്റ്റുഡിയോയിലൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ ദേ ഇറങ്ങുകയാണ്. വൈകുന്നേരം ഒരു 4 മണിയാണെന്നാണ് തോന്നുന്നത്. ഈ സമയത്തൊക്കെ പോയാൽ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഹരിക്ക് വർക്ക് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പേരും കയറിയിട്ടുണ്ട്. ഇനി പോകണം. ഇപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓണം വൈബാണ്, സെറ്റായി എന്നൊക്കെ. അപ്പോൾ അതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് തൃശ്ശൂർ എന്താ പറയുക സ്റ്റുഡിയോയിൽ പോകണം. അതൊക്കെയാണ് പരിപാടി. ഓണത്തിൻ്റെ മുന്നേ നല്ല തിരക്കാവുമല്ലേ. അപ്പോൾ പിന്നെ ഓണത്തിൻ്റെ ആ ഒരു അത്തം മുതലൊക്കെ നല്ല തിരക്കായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ മുന്നേ പെട്ടെന്ന് തീർക്കാം എന്നുള്ള പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റുഡിയോയ്ക്കാണ് കേട്ടോ പോയത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി കയറിയതാണ്. ഇഷ്ടപ്പെട്ടാൽ എടുക്കാം എന്നുള്ള മൈൻഡിൽ. പാർക്കിങ്ങിൽ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് മനസ്സിലായി നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതെ, അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു സ്ലോട്ട് കിട്ടിയിട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഹരിക്കൊരു എന്തോ ഒരു വർക്ക് കാര്യങ്ങൾ എന്തോ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി ഇരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് ഉള്ളിൽ കയറിയത്. ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഒരുപാട് ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. വെറുതെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ ഡ്രസ്സുകളൊന്നും അതിൽ കാണിക്കുന്നില്ല, അതൊക്കെ ലാസ്റ്റ് കാണിക്കാവേ. ഓണത്തിൻ്റെ അന്ന് നമുക്ക് ഇട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ നോക്കിയപ്പോൾ വേറെ ഷർട്ടും കൂടി ഉണ്ടോ എന്ന് നോക്കി, ജസ്റ്റ് നോക്കിയതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും പോകണം. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ നല്ലതാട്ടോ. അപ്പോൾ അതേ കുറേ പരതി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഡ്രസ്സിന് ഭയങ്കര ഇഷ്ടമായി. ഡ്രസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ടത് എല്ലാവരും അല്ലെങ്കിൽ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാം കൂടെ തപ്പി തിരഞ്ഞെടുത്ത് അവസാനം അതേ ഒരു സെറ്റ് എടുത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇനി അടുത്ത പരിപാടി നമുക്ക് പുളിമൂട്ടിൽ പോകണം. അപ്പോൾ അവിടെ പോകുമ്പോഴായിരിക്കും ഇനി അടുത്തത് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതേ വെള്ളപ്പള്ളി അങ്ങനെ അതെ പുളിമൂട്ടിലെത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്ത് സെറ്റാക്കി വന്നപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഹരിക്ക് ആ സമയത്ത് കോള് വന്നപ്പോൾ ഫോണും കൊണ്ട് ആൾ പോയി. ഇപ്പോൾ ഞാൻ ഈ ഫോണിലാണ്, ഹരീൻ്റെ ഫോണിലാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഫോണിൽ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ബിൽഡിംഗ് സെക്ഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എന്തായാലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാനും അമ്മയായിട്ടൊന്ന് പോകണം. അമ്മ മുന്നേ പറഞ്ഞിട്ട് നമുക്കൊന്ന് പോവാം. അത് അത്തത്തിൻ്റെ അന്ന് ഞായറാഴ്ച കേട്ടോ ഞങ്ങൾ പോയത്. അത്തത്തിന് ഫുഡൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഒരു 11:30-11:45 ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഇത് 2ാമത്തെ തവണയാട്ടോ പുറത്ത് പോകണം. ഹരി ഇല്ലാണ്ട് ഞങ്ങളങ്ങനെ പോകാറില്ല, എപ്പോഴും വണ്ടിയിൽ തന്നെയാണ് പോകാറ്. പിന്നെ ഞങ്ങൾ ഊബറൊക്കെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സമയം നല്ല രസമുണ്ടായിട്ടോ. ഈ ഒരു സമയത്ത് കാണാൻ നല്ല നീലാകാശം ഒക്കെ കണ്ടിട്ട് നല്ല കളർഫുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിത് റെഡി ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ ഊബർ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കയറിയിട്ട് നേരെ ഇനി പുളിമൂട്ടി നല്ല തിരക്കാട്ടോ. കാരണം അത്തം തുടങ്ങിയല്ലോ, ഓണം തുടങ്ങിയല്ലോ, അത്തമാണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും തിരക്കായിരിക്കും. ചെന്ന പാടത് ഞങ്ങൾ നേരെ ചുരിദാറിൻ്റെ സെക്ഷനിലാക്കി കേട്ടോ. കുറേ നേരം അവിടെ പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴാണ് കൂടുതൽ സമയം പോയി. ഇങ്ങനെ നോക്കി ഈ കളറുണ്ടോ, ഈ കളറിൻ്റെ ഈ കളറിൽ വേറെ മോഡലുണ്ടോ, അല്ലെങ്കിൽ ഈ മോഡലിൽ വേറെ കളറുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കി തിരിച്ചും മറിച്ചും നോക്കി ഞാനും കുറേ നേരം ഇരുന്നു. അങ്ങനെ ചുരിദാർ സെറ്റൊക്കെ കിട്ടി. പിന്നെ അടുത്തത് എനിക്കുള്ള പരിപാടിയാണ് കേട്ടോ. എനിക്ക് എനിക്കൊരാൾക്ക് വാങ്ങിക്കാൻ ഒരുപാട് സമയം എടുക്കുക. അപ്പോൾ ഞാനും അമ്മയൊക്കെ കുറേ നേരം തിരിച്ചും മറിച്ചൊക്കെ നോക്കി. അമ്മ വാങ്ങിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചുരിദാറും അങ്ങനെ ഒന്നും വേണ്ട, നമുക്കിതുപോലെ ടോപ്പും ഒരു പലാസ പെയിൻറ്റൊക്കെ അങ്ങനെ സെറ്റാക്കാം, അങ്ങനെ ഒന്നും ഇടാറില്ലല്ലോ എന്ന് ചോദിച്ചാൽ വെറൈറ്റി നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയിട്ട് കുറേ ട്രയൽ ചെയ്ത് നോക്കി. എനിക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല. അത് ഹൈറ്റ് അല്ലെങ്കിൽ ഡ്രസ്സിന് ഭയങ്കര ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ സെറ്റാവുന്നുണ്ടായില്ല. പിന്നെ അവസാനം ഓൾമോസ്റ്റ് സെറ്റായതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ എടുത്തതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നിങ്ങൾ. അപ്പോൾ അങ്ങനെ എനിക്കുള്ള ഡ്രസ്സ് ഒരു മണിക്കൂർ എന്തായാലും അതിന് പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ആ സെക്ഷനിലും പോയി ബില്ലാക്കിയിട്ടുണ്ട്. ഇനി അച്ഛനെടുക്കണം, പിന്നെ വല്യമ്മയ്ക്ക് എടുക്കണം. അമ്മയ്ക്ക് ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ, ചുരിദാർ സെറ്റ് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ ഹരിക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ നോക്കിക്കൊണ്ടിരിക്കുക എങ്ങനത്തെയാണ് എന്താണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ഹരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓപ്ഷൻസോ അല്ലെങ്കിൽ ഇഷ്ടമോ കാര്യം അങ്ങനെയൊന്നും
പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തപ്പിത്തെറിഞ്ഞ് ഏതെടുത്താലും ഇട്ടോളും, നമുക്ക് ഇഷ്ടപ്പെട്ടെടുത്താൽ അതൊക്കെയാണ് എന്നുള്ള മൈൻഡിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളത് തപ്പിത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി, ഇതെടുത്താൽ ശരിയാവോ, അങ്ങനെ എടുത്താൽ ശരിയാവോ, ഓക്കെ ആവോ എന്നുള്ളത് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നുണ്ടായ. ഒരു ഷർട്ട് എടുക്കാനായിട്ട് സമയം പോയത്. പിന്നെ അവസാനത്തെ ഷർട്ടും കെട്ടി അതിലേക്കൊരു പാൻറ്റും ഞങ്ങൾ വാങ്ങിച്ചു. പാൻറ്റിൽ ഞങ്ങൾക്ക് ഡൗട്ട് വന്ന ഈ സൈസ് ഓക്കെ ആയിരിക്കുമോ എന്നായിരുന്നു. അത് ശരിയായിരുന്നു കേട്ടോ, ഓക്കെ ആയിരുന്നില്ല. അങ്ങനത്തെ അടുത്ത അച്ഛന് ഷർട്ടും മുണ്ടും എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവിടെ അതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ താഴെ തന്നെ പോയിട്ട് ചുരിദാർ സെക്ഷനിൽ കയറിയിട്ട് അമ്മയ്ക്കൊരു ചുരിദാർ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 3:30 ആയിട്ടുണ്ടാവും, മിക്കവാറും 3:15 അത് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി വീണ്ടും ഒരു ഊബർ വിളിച്ച് വീട്ടിലെത്തി. ഇപ്പം 3:45 കേട്ടോ സമയം. നല്ല ടയേർഡാണ്. ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടല്ലോ, രാവിലത്തെ കഴിച്ചിട്ടാണ്. മൂന്നാമത്തെ നമ്മുടെ ഷോപ്പിംഗ് ഒരെണ്ണം കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കണം കേട്ടോ. എൻ്റെ വീട്ടിലേക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അതുകൂടെ വാങ്ങിക്കാൻ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പോകുമ്പോൾ വടക്കുന്നതിനും അതുപോലെ പാറയമാവൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ അധികം ഇവിടെ അങ്ങനെ രാത്രി ഇവിടെ പുറത്തിറങ്ങാറില്ല. എറണാകുളത്താണെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഇറങ്ങാറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പൂക്കളം ഇടുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അതെ പല കടകളിലായിട്ടാണ് ഞങ്ങൾ കയറിയത്. പുളിമൂട്ടിൽ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സാധനങ്ങളൊക്കെ സെറ്റാക്കി ഇറങ്ങി അടുത്ത ഷോപ്പിൽ ഇവിടെ എന്താ പറയുക LM10 കയറി. അവിടുന്ന് സാധനങ്ങൾ പിന്നെ കുറേ സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ പർച്ചേസിങ്ങും ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവർക്കും എടുത്തു കേട്ടോ. അമ്മയ്ക്ക്, അച്ഛന്, വല്യമ്മയ്ക്ക്, അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക്, അച്ഛന്, അതുപോലെ അനിയന്മാർക്ക്, പിന്നെ മീനുവിന് എല്ലാവർക്കും എടുത്തിട്ട് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എക്സിബിഷനാണോ ഇങ്ങനെ ഒരു പാർക്ക്, എന്ത് സംഭവം, ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ. എക്സിബിഷൻ അല്ല അല്ലേ, എന്തോ പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇതിലേക്ക് വരണം, ഇവിടെ കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് പെട്ടെന്നാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ അല്ലേ അത് കണ്ടത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഈ ആകാശപ്പാതയുടെ ആ സ്ഥലം എന്താ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്താണെന്നാണ് സ്ഥലം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ ആ ഒരു വാട്ടർഫാളൊക്കെ കണ്ടു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കയറാല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യമായിട്ട് നല്ല വിശന്നിട്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞൊന്നും ശരിയാവില്ല. അപ്പം ഒരാളെ തിന്നാളെ വിശപ്പ് എന്തായാലും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും വരുമ്പോഴൊക്കെ കയറാറുള്ള ഉഷാസിൽ ഫുഡ് കഴിക്കാനൊക്കെ കയറി അവിടുന്ന് ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ കഴിച്ച് വീട്ടിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വ്ളോഗ്.